Hello dear students. അപ്പോൾ നമ്മളുടെ ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി കെയറിന്റെ മറ്റു കുറേ സെറ്റ്സ് ഓഫ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം തൊട്ട് അങ്ങറ്റം വരെയുള്ള പോർഷൻസ് ഫുള്ള് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കവർ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്താണ് ക്യാൻസർ എന്നാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താടാ ക്യാൻസർ? ഓക്കെ, ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ. നമ്മളുടെ സെല്ലിന് നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട് അല്ലെ. നോർമൽ ആയിട്ട് സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, സെല്ല് ഡിവൈഡ് ചെയ്ത് എന്താവുന്നുണ്ട്, 1 2 ആവുന്നു. അങ്ങനെ നോർമൽ സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽ ഡിവിഷനിലൂടെയാണ് ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസം ഗ്രോ ചെയ്യുന്നത്, ഡെവലപ്ഡ് ആവുന്നത്. പക്ഷേ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ സെല്ലിന്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷൻ 1 2 അടുത്ത് ചിലപ്പോൾ 4 അല്ലെങ്കിൽ ഇങ്ങനെ സെൽസുകൾ ഡിവൈഡ് ആവുന്ന അവസ്ഥയാണ് എന്ത്, ക്യാൻസർ എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ അർബുദം എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള, ഒരു മിനിറ്റ് മിസ് വേറെ കളർ എടുത്തോട്ടെ. ഓക്കെ, ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻസർ അഥവാ അർബുദം എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽസുകളുടെ ഡിവിഷൻ അല്ലെങ്കിൽ സെല്ല് കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്താ, ക്യാൻസർ എന്ന് പറയുന്നത്. സോ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ഇന്ന എന്ത് വേയിലാണ്, ഇൻ ആൻ അൺകൺട്രോൾഡ് ആയിട്ടുള്ള വേ. അൺകൺട്രോൾഡും അതുപോലെ തന്നെ എന്താ പറയാ, അൺഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ഈ ക്യാൻസർ നമുക്ക് എങ്ങനെയൊക്കെയാണ് കോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാൻസറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ, ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഹെറിഡിറ്ററിയിലൂടെ, പാരമ്പര്യമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ജീൻ ട്രാൻസ്ഫറിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു പാരന്റിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കിട്ടാവുന്നതാണ്. ജീൻ അഥവാ നമ്മുടെ ജനറ്റിക്സിലൂടെ കിട്ടാവുന്നതാണ്, ഓർ ഹെറിഡിറ്ററി എന്ന് പറയാം അല്ലെ, ഹെറിഡിറ്ററി. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ക്യാൻസർ കോസ് ചെയ്യാവുന്നതാണ്, പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിലൂടെ അല്ലെ, നമ്മളുടെ ജീവിത ശൈലിയിലൂടെ, ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് എന്ത് കിട്ടൂടാ, നമുക്ക് ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് എന്ത് കിട്ടാം മക്കളെ, ഈ പറയുന്ന ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമുക്ക് പിടിപെടാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ്, പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, മേ ബി സം വൈറൽ ഇൻഫെക്ഷൻസ്, വൈറസുകളുടെ എന്താ പറയാ, ഇൻഫെക്ഷനിലൂടെയും നമുക്ക് വരാം, നമ്മുടെ ബോഡിയിൽ ക്യാൻസർ എന്ന് പറയുന്ന ആളെ പിടിക്കാവുന്നതാണ്. ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? പണ്ട് കാലങ്ങളിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. പക്ഷേ നൗ ഇറ്റ്സ് റിയലി കോമൺ അല്ലെ. ഏറ്റവും കോമൺ രോഗങ്ങളിൽ പെടുത്താൻ പറ്റിയ ഒരു കാര്യമാണ് ഇത് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത്. സോ ക്യാൻസറിന് അതിൻ്റെതായ കുറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് നമുക്കിത് സർജറിയിലൂടെ റിമൂവ് ചെയ്ത് കളയാം. ആ ഒരു ഏരിയ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും പ്രതിവിധി കിട്ടും. ആസ് സൂൺ ആസ് പോസിബിൾ, അല്ലെങ്കിൽ ഏർലി സിംറ്റംസ് കണ്ട അപ്പോൾ തന്നെ എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുക. ആ ഡോക്ടർ എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അത്തരത്തിലുള്ള സർജറി ട്രീറ്റ്മെന്റ്സുകളുണ്ട്. കീമോതെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അത് ചെയ്തേ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് കുറെ പേർക്ക് മുടിയൊക്കെ കൊഴിയും. അത്രത്തോളം സ്റ്റെറോയിഡൽ ഹോർമോൺസുകളാണ് അവരുടെ ശരീരത്തേക്ക് എത്തുന്നത്. സോ അത് അത്രയും എന്താ പറയുക, ഡെപ്തിലാണ് അവരുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്, കീമോതെറാപ്പി പോലെ റേഡിയോ തെറാപ്പി, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺ തെറാപ്പി ഒക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാവുന്നതാണ്, ഈ പറയുന്ന നമ്മളുടെ അർബുദം അഥവാ നമ്മുടെ ക്യാൻസറിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് എന്താ പറയാ പ്രതിവിധികൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളാണ്. ഇനി ക്യാൻസർ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കാണ് നോക്കാനുള്ള, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എന്ന് പറയുന്നത്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിത ശൈലി കൊണ്ട് നമുക്കുണ്ടാവുന്ന കുറച്ച് രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ നമുക്കൊരു ഒക്യുപേഷണൽ ഡിസീസ് എടുത്താൽ, ഒക്യുപേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കുറെ അച്ഛന്മാര് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുറെ അച്ഛന്മാർ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തില് ജോലിക്ക് പോകുമ്പോൾ ഒരു ലൈക്ക് ഈ പാറ പൊട്ടിക്കുന്ന അല്ലെങ്കിൽ കോറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. അതായത് അവർ ഈ റോക്സുകളൊക്കെ പൊട്ടിക്കുമ്പോൾ ഈ റോക്സുകളുടെ തരികൾ അല്ലെങ്കിൽ റോക്ക് പാർട്ടിക്കിൾസുകൾ എന്ത് ചെയ്യാവുന്നതാണ്, റോക്ക് പാർട്ടിക്കിൾസ് അവരുടെ ലങ്സിലേക്ക്, ബ്രോഞ്ചസിലേക്കൊക്കെ പോയി ഇൻഫെക്റ്റഡ് ആവാവുന്നതാണ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ അവരുടെ ബോഡിയിൽ കാണുന്നുണ്ട്. ഇനി ചെറിയ ചെറിയ പാർട്ടിക്കിൾസേ പോകത്തുള്ളൂ.
ഇനി മറ്റ് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഹെറിഡിറ്ററി രോഗമായിട്ട് കിട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഇത്. പ്രധാനപ്പെട്ട രോഗമാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ. എന്താണ്? ഹൈപ്പർ ടെൻഷൻ അല്ലെ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊക്കെ അറിയാലോ, ഭയങ്കര ആദി കയറുന്ന ഒരു രോഗം അല്ലെ? രോഗമല്ല, ഒരവസ്ഥ. അപ്പൊ അവിടെ എന്ത് പറ്റുന്നുണ്ട്? നമുക്ക് ഇങ്ങനെ ആദി കയറുമ്പോൾ അവിടെ എന്ത് കൂടുന്നുണ്ട്? ബ്ലഡ് പ്രഷർ, BP അവിടെ കൂടുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു? ആ പേഴ്സൺ എന്താവുന്നു? കുറച്ച് ബുദ്ധിമുട്ടിലാവുന്നു അല്ലെ? ഇനി ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് അവിടെ കൂടുന്നത്? നമ്മുടെ ബോഡിയിലുള്ള ബീറ്റ സെൽസുകൾ, നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ബീറ്റ സെൽസുകൾ അവിടെ ഡിസ്ട്രപ്റ്റ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ ആക്ച്വലി ഉണ്ടാവുന്നത്. എന്താണ്? ദ ഡിസ്റപ്ഷൻ ഓഫ് ബീറ്റ സെൽസ് ഇൻ അവർ ബോഡി. ബീറ്റ സെൽസുകളുടെ ഡിസ്റപ്ഷൻ ആണ് ഇതിന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസിനെ പറ്റിയിട്ട് നോക്കാം. ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസിന് വളരെ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, ഒരു സെക്കൻഡ് കേട്ടോ, ഇതിൽ നമ്മളുടെ ജീവിതശൈലിയിൽ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ, അതിൽ ഹെറിഡിറ്ററിയിൽ വരുന്ന മറ്റൊരു രോഗം കൂടിയുണ്ട്. അതാണ് ആര്? ഡയബറ്റിസ് എന്ന് പറയുന്നത്, അഥവാ പ്രമേഹ രോഗം അല്ലെ? ഒന്നുമല്ല, എന്താണ്? നമ്മൾ വളരെ അധികം ലെവലിൽ അല്ലെങ്കിൽ അധികം കണ്ടന്റിൽ ഷുഗർ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എന്ത് നമ്മുടെ പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അതിന് ഷുഗറിന്റെ ലെവല് കുറവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് നമുക്ക് നോക്കാം. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ്. ഈ ഡിസീസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് അഥവാ നമ്മുടെ ആരാണിത്? ആമവാദം. ഓക്കെ, അതായത് ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് നമ്മുടെ പ്രായമുള്ള അച്ഛനമ്മമാർക്കൊക്കെ വരുന്ന ഒരു വല്ലാത്തൊരു അസുഖമാണ്. എന്താ പറ്റുന്നത്? അവരുടെ ജോയിൻസുകൾ അല്ലെങ്കിൽ അവരുടെ സന്ധികളിൽ എന്ത് വരുന്നടാ? ഒരു പെയിൻ വരുന്നു. ഈ പെയിനുകൾ വരുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ജോയിൻസുകളൊക്കെ വളരെയധികം ക്ഷയിച്ചു പോകുന്നു. കൈമുട്ട്, കാലുമുട്ട്, ഇത്തരത്തിലുള്ള എല്ലാ ജോയിൻസുകളിലും എന്ത് പറ്റുന്നു? വളരെയധികം പെയിൻ അവർക്ക് അനുഭവപ്പെടുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ ഇറ്റ്സ് ജനറ്റിക്കലി കോസ് ചെയ്യുന്നതാണ്, ഒന്നുകിൽ ഇത് ജനറ്റിക്സിലൂടെ വരാവുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? സം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ഭയങ്കര തണുപ്പ് സമയത്താണ് ഡോക്ടറെ മുട്ടിനൊക്കെ ഭയങ്കര വേദന. എന്തുകൊണ്ടിട്ടാണ്? ഓവറായിട്ട് ഇപ്പോൾ തണുപ്പ് എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റൽ ഫാക്ടർ ആണല്ലേ. അത്തരത്തിലുള്ള കുറച്ച് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പരിസ്ഥിതിപരമായിട്ടുള്ള കുറച്ച് ഘടനകൾ കൊണ്ടിട്ടും എന്ത് വരാവുന്നതാണ്? ആമവാദമോ അല്ലെങ്കിൽ നമ്മുടെ സന്ധിവാദമോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം നമുക്ക് പിടിപെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസിൽ വരുന്ന ഒരു എക്സാമ്പിൾ ഏതാടാ? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗമാണ്. ഇതെന്താണ് പ്രശ്നത്തിലാക്കുന്നത്? നമ്മുടെ ജോയിൻസിനെയാണ് പ്രശ്നത്തിലാക്കുന്നത്. ഇനി നമുക്കൊരു ന്യൂട്രീഷണൽ ഡിസോർഡർ കാണാം. നമ്മളുടെ ബോഡിയിൽ ന്യൂട്രീഷണൽ ഡിസീസ് അല്ലേ? ന്യൂട്രീഷണൽ ഡിസീസോ? അതെന്താണ് സംഭവം? കാര്യം എന്താ? നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഇത് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സുകൾ എന്ന് വിളിക്കുന്നത്. ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്. ഓക്കെ, ഈ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് പറയാൻ പറ്റുന്ന അയണിന്റെ ഡെഫിഷ്യൻസി. ഇവിടെ നമ്മളുടെ ബോഡിയിൽ അയണിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അല്ലെങ്കിൽ അയൺ കുറയുമ്പോൾ നമ്മൾ ആ പേഴ്സണെ വിളിക്കുന്ന പേരാണ് അനീമിക്. അനീമിക് എന്ന് നമ്മൾ വിളിക്കും. അനീമിക് എന്നാണ് നമ്മൾ ആ പേഴ്സണെ വിളിക്കുന്നത്. ഓക്കെ, അനീമിക് എന്ന് നമ്മൾ അവരെ വിളിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് പലതരത്തിലുള്ള നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇനി നമുക്ക് 2 പ്രധാനപ്പെട്ട ഹെറിഡിറ്ററി രോഗങ്ങൾ നോക്കാം. ഏതാണ്? ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് നമുക്ക് നോക്കാം. ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് നമുക്ക് നോക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട 2 ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് ഒന്നെന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയയും 2 പറഞ്ഞാൽ ഹീമോഫീലിയ അല്ലേ? ഇത് വളരെ ഫെമിലിയർ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ 2 കാര്യങ്ങളും. ഇതില് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അവരെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ സിക്കിൾ സെൽ
സിക്കിൾ എന്താ? അരിവാൾ അല്ലെ? അരിവാൾ ഷേപ്പിൽ ഇരിക്കുന്ന സെല്ല്, അരിവാൾ ഷേപ്പിൽ സെല്ലായി മാറുന്നു. അങ്ങനെ ആ പേഴ്സൺ എന്തായി മാറുന്നടാ? അനീമിക് ആയി മാറുന്ന അവസ്ഥയാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഈ രോഗം എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മുടെ ബ്ലഡ് വെസലിലൂടെ ഇങ്ങനെ നല്ല നമ്മുടെ ബ്ലഡ് RBC എങ്ങനെ ഇരിക്കുന്നത്? നല്ല ഇങ്ങനെ വട്ടത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഈ RBCകൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട്, ഇങ്ങനെ സിക്കിൾ പോലെ ഇരിക്കുന്ന ഷേപ്പായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇങ്ങനെ സിക്കിൾ സെൽ ആകുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ നമ്മുടെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന ബ്ലഡ് വെസൽസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ബ്ലഡ് സെൽസ് ആകുമ്പോൾ എങ്ങനെയാണ്? അവിടെ ഒരു കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട്, ബ്ലഡിന് ഇങ്ങനെ വരിവരിയായിട്ട് ഒഴുകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഷേപ്പ് ഇങ്ങനെ മാറുമ്പോൾ ഒരു സെൽ ഇരിക്കേണ്ട അടുത്ത് ഒരു സിക്കിൾ ഷേപ്പ് ആകുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ബ്ലഡ് വെസൽസുകളെ ബ്ലോക്കേജ് ആക്കിക്കൊണ്ട് ബ്ലഡ് സെൽസുകളെ ഒഴുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഹെറിഡിറ്ററി രോഗമാണ്, പാരമ്പര്യ രോഗമാണ്. ഇറ്റ്സ് എ ജനറ്റിക് ഡിസോർഡർ. ഓക്കെ, എന്താണ്? ജനറ്റിക് ഡിസോർഡർ ആണ്. അതായത് നമ്മളുടെ ബ്ലഡ് സെൽസിന് വട്ടത്തിരിക്കേണ്ട ബ്ലഡ് സെൽസിന്റെ എന്തൊക്കെയോ ജീനിലൊരു ഡിഫക്റ്റ് വരുമ്പോൾ അത് എന്തായി മാറുന്നു? ഇങ്ങനെ ഒരു സിക്കിൾ സെല്ല് പോലെ ഇരിക്കുന്ന അവസ്ഥയാണ് എന്ത്? ഈ പറയുന്ന സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ദ RBC ബിക്കം സിക്കിൾ ഷേപ്പ് ആവുന്നു. അപ്പോൾ RBC പ്രധാനമായിട്ട് ആരെയാണ് കൊണ്ടുപോകുന്നത്? ഓക്സിജനെയാണ് ക്യാരി ചെയ്യുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഓക്സിജന്റെ കപ്പാസിറ്റി കുറയുകയും അങ്ങനെ നമ്മൾ അനീമിക് ആവുന്നു. ബ്ലഡ് സെൽസിന്റെ കണ്ടന്റ് കുറയുമ്പോൾ, അയൺ കുറയുമ്പോൾ വി ബിക്കം അനീമിക് ആയി മാറുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി HBന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ആക്കുകയാണ്. HB പ്രൊഡക്ഷൻ അവിടെ ഒരു കൺട്രോളിലേക്ക് വരാണ്. ഓക്കെ, കൺട്രോൾഡ് അവസ്ഥയാവുന്നു. HB കുറഞ്ഞാൽ വി വിൽ ബിക്കം അനീമിക് അല്ലെ? അയൺ കണ്ടന്റ് നമ്മളുടെ ബോഡിയിൽ കുറയുന്നതാണ്. ഇനി രണ്ടാമത്തെ ഹെറിഡിറ്ററി രോഗമാണ് നമ്മൾ പറഞ്ഞ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഈ ഹീമോഫീലിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ എന്ത് പഠിച്ചായിരുന്നു? ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പറ്റി പഠിച്ചിരുന്നു അല്ലെ? ബ്ലഡ് കട്ട പിടിക്കുന്നതിനെ പറ്റിയിട്ട് വി വർ ഡിസ്കസ്ഡ്. അതിലെന്താ പറഞ്ഞത്? ആദ്യമേ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ബോഡിയിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി എന്താ ചെയ്യുന്നത്? ആദ്യമേ കുറെ ഹെപ്പാരിനും കെമിക്കൽസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞല്ലേ മുറിവുണ്ടാകുമ്പോൾ. ഇനി ബ്ലഡ് ക്ലോട്ടിങ്ങിന് എന്തൊക്കെയാ വരുന്നത്? നമ്മളുടെ ത്രോംബോപ്ലാസ്റ്റിൻ, പ്രോത്രോംബിൻ, ത്രോംബിൽ നിന്ന് ഫിബ്രിനോജൻ, ഫിബ്രിൻ ഫൈബേഴ്സ് ഒക്കെ വന്ന് എന്ത് ചെയ്യുന്നു? ഒരു മെഷ് പോലെ ആക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള ബ്ലഡിനെ പുറത്തേക്ക് കളയാതെയും ആവശ്യമില്ലാത്ത പാത്തോജൻസിനകത്തേക്ക് കയറ്റാതിരിക്കാനൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഈ ഒരു പ്രൊസീജിയറിൽ കൈ മുറിയുമ്പോൾ തന്നെ ബ്ലഡ് ക്ലോട്ട് ആവുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോഡിയിൽ ഇങ്ങനെ ചെറിയൊരു മുറിവുണ്ടായി. ഈ മുറിവ് വരുമ്പോ ഈ പറയുന്ന പരിപാടി അവിടെ നടക്കാതിരിക്കും. ഇങ്ങനെ ബ്ലഡ് പോയി ഒഴുകി കുറച്ചു നേരത്തിനുള്ളിൽ ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ അവിടെ നിൽക്കും. പക്ഷേ ഇത്തരത്തിൽ അസുഖമുള്ള ആൾക്കാർക്ക് ഇതേ കണ്ടീഷൻ തന്നെയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെറിയ വൂണ്ട് വരുമ്പോൾ പോലും കുറേ ബ്ലഡ് ലോസ് ആയി പോകുന്ന അവസ്ഥയാണ് എന്ത്? ഹീമോഫീലിയ അഥവാ ഹോമോഫീലിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. ഹീമോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു ഹെറിഡിറ്ററി രോഗം, ഇതും ഒരു ജീൻ ഡിഫക്റ്റ് ആണ് അല്ലെ? നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന പ്രോട്ടീൻസുകളുടെ പ്രൊഡക്ഷൻ അവിടെ ഇല്ലാതെയാക്കുന്നു. നേരത്തെ പറഞ്ഞ ത്രോംബോപ്ലാസ്റ്റിൻ, പ്രോത്രോംബിൻ അവരുടെയൊക്കെ പ്രൊഡക്ഷൻ ഇവിടെ കൺട്രോൾഡ് ആക്കുന്നു. മറ്റേടുത്ത് HBയുടെ പ്രൊഡക്ഷനെ കൺട്രോൾ ആക്കുന്നു. അങ്ങനെ സിമ്പിളാക്കി പറഞ്ഞ ചെറിയ മുറിവിലൂടെ ഒരുപാട് ബ്ലഡ് വാർന്നു പോകുന്ന അവസ്ഥയാണ് എന്ത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ക്യാൻസർ കണ്ടു, കുറച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കണ്ടു, ഇപ്പൊ നമ്മൾ നമ്മുടെ ഹെറിഡിറ്ററി ഡിസീസ് 2 കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ട്രീറ്റ്മെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി
ഇത്രയും നേരം നമ്മൾ നമ്മുടെ രോഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ഈ രോഗങ്ങൾ വന്നാൽ എങ്ങനെ വി ഹാവ് ടു ട്രീറ്റ് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ ഒരു അസുഖം വന്നാൽ അതിന് എന്താ പറയാ, എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം അല്ലെ, പ്രധാനമായിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോ അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളതാണ് ആയുർവേദം, ഹോമിയോപ്പതി, മോഡേൺ മെഡിസിൻ, നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെ. അതിൽ യുനാനി ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. അത് ആക്ച്വലി ഹിപ്പോക്രാറ്റ്സുകൾ കൊണ്ടുവന്നിട്ടുള്ള ചെറിയൊരു അത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതലും അത് കുറച്ചും കൂടി ഈ പറയുന്ന മറ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ്, ഒന്ന് രണ്ട് ഏഷ്യൻ രാജ്യങ്ങളാണ് അത്ര ഫെമിലിയർ ആയിട്ടുള്ളത്. നമുക്ക് ആയുർവേദം നമുക്കറിയാം അല്ലെ. ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്നതാടാ? ആയുർവേദം എന്ന് പറഞ്ഞാൽ വേൾഡിൽ പുരാതന കാലം തൊട്ടേ ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് അല്ലെ. അത് ഇച്ചിരിയും കൂടി എന്താ പറയാ, മെഡിസിനിലുപരി അത് കുറച്ചും കൂടെ ഡിവോഷണൽ ആയിട്ടുള്ള ഒരു ആത്മീയതയ്ക്ക് ചേർന്ന് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ആയുർവേദം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹോമിയോപ്പതി ആണെങ്കിലോ, ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗത്തിന് കാരണമായിട്ടുള്ള ആന്റിജൻസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസുകൾ അതാത് പ്ലാന്റ്സുകളിൽ നിന്നും മറ്റ് മെഡിസിനൽ പ്ലാന്റ്സുകളിൽ നിന്നും ആനിമൽസുകളുടെയും ആന്റിബോഡീസുകൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഡോസേജിൽ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷുഗർ ബീറ്റ്സുകളായിട്ടുള്ള ഹോമിയോ ഗുളികയിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി വിശേഷമൊക്കെ പറയും അല്ലെ, ഫുൾ പറയും ഡോക്ടറോട്. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യും, കുറച്ച് ഉണ്ടമരുന്നുകൾ വരും. ആദ്യത്തെ ദിവസം ആദ്യത്തെ പ്രശ്നം കഴിക്കുമ്പോൾ നല്ല ഇങ്ങനെ നാക്കിനൊക്കെ ഇങ്ങനെ ഒരു വലിവ് ഉണ്ടാവും. പിന്നെ കഴിയുമ്പോൾ എന്താണ്, അത് ചുമ്മാ ഒരു പഞ്ചസാര ഗുളിക പോലെ ഇരിക്കും അല്ലെ. ആ ഒരു പുളിപ്പ് അല്ലെങ്കിൽ ആ ഒരു വലിവില്ലേ, അതെന്താണ് ആക്ച്വലി നമ്മുടെ ഈ പ്ലാന്റ്സുകളിൽ നിന്നും ആനിമൽസുകളിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ആന്റിബോഡീസുകളാണ് നമ്മളുടെ അകത്ത് കയറിയ അളക്കൊല്ലാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഏത് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. മോഡേൺ മെഡിസിൻ നമുക്കറിയാം എന്താണ്, നമ്മളുടെ സാധാ ഇംഗ്ലീഷ് മരുന്നുകളാണ് ഇത് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഗ്രീക്ക് ഫിസിഷ്യൻ ആയിട്ടുള്ള ഹിപ്പോക്രാറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, പാത്തോജൻ എന്ന് പറയുന്ന ആന്റിജൻസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസുകൾ പല ഡ്രഗ്സിന്റെ ഫോമിൽ നമുക്ക് ഉണ്ടാക്കി തരുന്നു അല്ലെ, നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഈ ട്രീറ്റ്മെന്റ് ചുമ്മാ ഒരു ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതി തരുമോ? ഇല്ല, ചുമ്മാ ഒരു ഡോക്ടർ നമുക്ക് മരുന്ന് എഴുതി തരില്ല. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്ത് പോകണം. എന്നിട്ട് ഡോക്ടർ ചെയ്യുന്ന കുറച്ച് പരിപാടി ഉണ്ടല്ലേ, ആദ്യമേ വരൂ ഇരിക്കൂ, സൈഡിൽ കൊണ്ടുവന്നിരുത്തും, നമ്മുടെ കൂടെയുള്ള ആളെ നടുക്കും ഇരുത്തും. കാരണം എന്താ, ഡോക്ടർക്ക് കുറച്ചും കൂടെ നിങ്ങളെ എന്താണ് ഇച്ചിരിയും കൂടി ക്യാരി ചെയ്യാനുള്ള എളുപ്പത്തിന് അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഡോക്ടർ ആദ്യം എന്ത് ചോദിക്കും, നിങ്ങളോട് നിങ്ങളുടെ പേര് ചോദിക്കും അല്ലെ. പേര് ചോദിക്കൂലേ? ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങളോട് ഡോക്ടർ എന്ത് ചോദിക്കോടാ, പേര് ചോദിക്കും അല്ലെ. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ നെയിം ചോദിക്കും, നിങ്ങളുടെ സെക്സ് ചോദിക്കും, നിങ്ങളുടെ ഏജ് ചോദിക്കും. ഈ 3 കാര്യങ്ങൾ ചോദിക്കണം എന്തിനാണെന്നറിയോ? ഒന്ന്, നിങ്ങൾ ആരാണെന്ന് ഡോക്ടറിന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓർമ്മ വേണ്ടേ, പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫയൽ എഴുതി കൊടുക്കുമ്പോൾ. പിന്നെ നിങ്ങൾ ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഹോർമോണൽ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാൻ. പിന്നെ ഏജ് ആണ് ഏറ്റവും പ്രധാനം. ഏജ് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ റെലവെന്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ്. ഏജിന്റെ ബേസിലും ഹൈറ്റിന്റെ ഒക്കെ ബേസിലാണ് നമുക്ക് എന്ത് തരുന്നത്, മരുന്നിന്റെ ഡോസ് തരുന്നത്. ഓക്കെ, അങ്ങനെ ഇതെല്ലാം ചോദിക്കും. എന്നിട്ട് ഡോക്ടർ ആദ്യമേ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്, എത്ര ദിവസമായി ചുമ തുടങ്ങിയിട്ട്, ചുമ വരുമ്പോൾ കഫം വെള്ള കളറിലാണോ, യെല്ലോ കളറിലാണോ, ചോര കാണാറുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് സിംറ്റംസുകളെ അസസ് ചെയ്യുന്നത് ഏതൊരു ട്രീറ്റ്മെന്റ് രീതിയിലും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സിംറ്റംസ് അറിഞ്ഞാലേ ഡോക്ടറിന് രോഗം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ സിംറ്റംസ് അറിഞ്ഞു പെട്ടെന്ന് തന്നെ ഡോക്ടർ എന്നാ ഇതങ്ങ് പോയി കഴിച്ചാൽ മതി, നിന്റെ അസുഖം മാറുമെന്ന് പറയോ? ഇല്ല. പകരം ഡോക്ടർ എന്ത് തരും, ചിലപ്പോൾ ഏറ്റവും ബേസിക് ആയുള്ള കുറച്ച് ഗുളികകളോ മരുന്നുകളോ നിങ്ങൾക്ക് തരും. എന്നിട്ട് ഡോക്ടർ പറയും ഈ ടെസ്റ്റ് ഒക്കെ ഒന്ന് പോയി ചെയ്തിട്ടൊന്ന് വായോ എന്ന് പറയോ അല്ലെ. നമ്മുടെ ലബോറട്ടറി ടെസ്റ്റുകൾ, മേ ബി അതൊരു യൂറിൻ ടെസ്റ്റോ അല്ലെങ്കിൽ മോഷൻ ടെസ്റ്റോ പിന്നെ ബ്ലഡ് ടെസ്റ്റോ, ഇങ്ങനെ ഏതെങ്കിലും ടെസ്റ്റ് ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും അല്ലെ. ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാൻ, യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാൻ, മോഷനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാൻ. അപ്പൊ ഇത്രയും കുറേ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കും. ടെസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറയുമല്ലോ.
വരാൻ പറയുമ്പോഴേക്കും നിങ്ങളുടെ ഈ ടെസ്റ്റ് കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെങ്കിൽ ഡോക്ടർ വിൽ സജസ്റ്റ് എന്തിന് ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകളാണ് നമ്മുടെ സ്റ്റെതസ്കോപ്പ്, സിഗ്നോമോണോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റ്, പൾസ് ഓക്സിമീറ്റർ, തെർമോമീറ്റർ, എൻഡോസ്കോപ്പി ആൻഡ് സം ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനിങ് മെത്തേഡ്സുകൾ. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഹാർട്ട് ബീറ്റ് അല്ലേ? ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർ കഴുത്തിൽ ഇങ്ങനെ ഇതൊക്കെ മാറ്റി ചെവിയിലൊക്കെ ആക്കി ഇങ്ങനെ നിങ്ങളോട് പറയും ശ്വാസം ഒന്ന് വലിച്ചെടുത്തേ മോളെ അല്ലെങ്കിൽ മോനെ എന്നൊക്കെ പറയും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളുടെ ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു താളമുണ്ട്. ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ കുറച്ച് അത് നമ്മൾ അടുത്ത സെക്ഷൻ ഓഫ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഇപ്പൊ ഇത്ര പറഞ്ഞാൽ മതി. ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ, ഹാർട്ട് ബീറ്റ് കറക്റ്റ് ഇതിലാണോ പോണേന്ന് അറിയാൻ. പിന്നെ എന്താ നമ്മുടെ നെക്സ്റ്റ് ഈ ഒരു എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ. ഡോക്ടർ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡ് പോലെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ പ്രഷർ ആണോ നോക്കണേ? അല്ല, ഇവിടെ നമ്മുടെ വെയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡ് വെസൽസുകളിലുള്ള BP അറിയാൻ, ബ്ലഡ് പ്രഷർ അറിയാൻ സഹായിക്കുന്നു. അത് ഒരു പഴയ ഒരു എക്യുപ്മെന്റ്. പുതിയ ഒരു എക്യുപ്മെന്റ് ആണ് ഇത്. അതിന്റെ തന്നെ ഡിജിറ്റൽ BP അപ്പാരറ്റ്. അതൊന്നുമില്ല, ജസ്റ്റ് നമ്മളുടെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ താനെ ഡിജിറ്റലൈസ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോഡിയിലുള്ള BP അറിയാൻ പറ്റുന്നു. പിന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഓക്സിജൻ ലെവൽ. ഇപ്പൊ നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ കാണുന്നതാണല്ലേ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് വാച്ചിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ കുറേ ബോഡി ആക്ടിവിറ്റീസുകൾ അറിയാൻ പറ്റും അല്ലെ. നമ്മൾ ഇവിടെ ഇടുന്നതുകൊണ്ട് തന്നെ കുറെ സെൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിലെ വെള്ളത്തിന്റെ കണ്ടന്റ്, ഓക്സിജന്റെ ലെവല്, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എത്ര ദൂരം ഓടി ചാടി എല്ലാം അറിയാൻ പറ്റും. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ബോഡിയിലുള്ള ഓക്സിജന്റെ ലെവല് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ മാത്രമാണോ നമ്മുടെ ശരീരത്തിലുള്ള? ഇല്ല. നമ്മൾ പനി വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു സാധനം എന്ത് തരും? ചിലപ്പോൾ വായില് ഇപ്പൊ പൊതുവെ എന്താണ് അണ്ടർആംസിലാണ് നമ്മുടെ കക്ഷത്തിലാണ് വെക്കുന്നത്. ഏതാണ് സാധനം? തെർമോമീറ്റർ. നമ്മുടെ ബോഡിയിലുള്ള ശരീരത്തിന്റെ താപനില, ബോഡി ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഉപകരണമാണ് ഇത് തെർമോമീറ്റർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ബോഡി ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ. ഇനി നെക്സ്റ്റ് എക്യുപ്മെന്റ് ആണ് ഇത് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡൈജസ്റ്റീവ് ഡിറ്റക്ഷൻ, നമ്മുടെ വയറ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവിടുത്തെ എല്ലാ സാധനങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പി. ഉള്ളിലെ കാര്യങ്ങൾ സ്കോപ്പിക് ആയിട്ട് നോക്കാൻ, ലൈക്ക് സൂക്ഷ്മ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ചും കൂടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് US CT സ്കാൻ, MRI സ്കാനിങ് എന്നൊക്കെ പറയുന്നത്. പൊതുവെ നമ്മുടെ ബ്രെയിന്, സെല്ലിന്റെ ഉള്ളിലെ ബോഡി സെൽ പാർട്സുകളൊക്കെ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു എക്യുപ്മെന്റ് ആണ് ഇത് ഈ പറയുന്ന സ്കാനേഴ്സുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ പഠിച്ചല്ലേ. നമുക്കറിയാം, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ എന്ത് പറ്റുന്നു? പലതരം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. കണ്ണിന് വേണ്ടി, മൂക്കിന് വേണ്ടി, നാവിന് വേണ്ടി, വായിക്ക് വേണ്ടി, കൈക്ക് വേണ്ടി, കാലിന് വേണ്ടി, ജോയിന്റിന് വേണ്ടി, നമ്മുടെ യൂറിന് വേണ്ടി, കിഡ്നിക്ക് വേണ്ടി, ഹാർട്ടിന് വേണ്ടി, പിള്ളേർക്ക് വേണ്ടി, കുറേ ടൈപ്പ് ഓഫ് എന്തുണ്ട്? ഒരു മെഡിസിനൽ ഫീൽഡിൽ പല ടൈപ്പ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇത് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിലുള്ള ഒരു ഫിസിഷ്യൻ. ഓക്കെ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഒരു പനി വന്നാൽ അപ്പൊ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ റിസപ്ഷനിസ്റ്റ് ചോദിക്കും അല്ലെ, എന്ത് പറ്റി, ആരെ കാണാനാ? അപ്പൊ നമുക്കിപ്പോ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പെയിൻ, ഇപ്പൊ നമുക്ക് പല്ലുവേനാണെങ്കിൽ നമ്മൾ പറയും ഡെന്റലാ എന്ന് പറയും അല്ലെ. അതേസമയം നമ്മളിപ്പോ പനിയാണെങ്കിൽ അവർ ചിലപ്പോൾ പറയും നിങ്ങൾക്ക് ജനറൽ ഫിസിഷ്യൻ എടുക്കാം എന്ന് പറയും അല്ലെ. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ, ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഇനി കാർഡിയോളജി എന്ത് റിലേറ്റഡ് ആണ്? കാർഡിയാക് മസിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എവിടെയാണ് കാർഡിയാക് മസിൽ പഠിച്ചിരിക്കുന്നത്? ഹാർട്ടിലല്ലേ. അപ്പോൾ ഹാർട്ട് അഥവാ ഹൃദയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൃദയം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിന്റെ സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാർഡിയോളജിസ്റ്റ്. ഒന്നുമില്ല, ഈ വൈ മാറ്റിയിട്ട് IST ഇട്ടാൽ മതി, കാർഡിയോളജിസ്റ്റ് ആയി. പിന്നെ പീഡിയാട്രിക്സ്. എന്താണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്? എന്താണ് പീഡിയാട്രിക്സ്? അറിയാം നിങ്ങൾക്ക്. ആരാണ്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഡോക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചിൽഡ്രൻ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന സെക്ഷൻ വിളിക്കുന്നത്. ആ ഡോക്ടറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പീഡിയാട്രിഷ്യൻ എന്ന് വിളിക്കുന്നു അല്ലെ. ഇവിടെ പീഡിയാട്രിഷ്യൻ ഷൻ വന്നു. ഓക്കെ,
ഇവിടെ സിസ്റ്റ് ആണ്, അവിടെ ഷെൻവൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോളജി. യൂറോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിൻ റിലേറ്റഡ് പ്രോബ്ലംസുകൾ, യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, യൂറോളജിസ്റ്റ് എന്ന് നമ്മൾ അവരെ വിളിക്കുന്നു. അപ്പോൾ അതാണ് യൂറോളജി. ഇനി അടുത്തതാണ് ഇത് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരു അമ്മ ഒരു ലേഡി പ്രഗ്നന്റ് ആണ്, കൺസീവ് ആവുമ്പോൾ തൊട്ട് എന്താണ് ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നവരെ ആരുടെ അണ്ടറിലായിരിക്കും? ഗൈനക്കോളജി അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അണ്ടറിലായിരിക്കും ആ അമ്മയും കുഞ്ഞും എന്താവുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഇത് ന്യൂറോളജി എന്ന് പറയുന്നത്. ന്യൂറോളജി എന്താണ്? നമ്മുടെ നെർവ്സുകൾ അല്ലെ, നെർവ് സിസ്റ്റം, നെർവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് ആര്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂറോൺ വിദഗ്ധൻ, എന്താണ് നമ്മുടെ ഹാർട്ട് വിദഗ്ധൻ, ഹൃദയ വിദഗ്ധൻ അല്ലെങ്കിൽ കുട്ടികളുടെ വിദഗ്ധൻ, പിന്നെന്താണ് യൂറിൻ ആണെങ്കിൽ യൂറോളജി ആണെങ്കിൽ യൂറോളജിസ്റ്റ്, അങ്ങനെ ഓരോ ഇതും. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താടാ? കിഡ്നീന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് അല്ലെ നെഫ്രോൺ എന്ന് പറയുന്നത്, ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഈ നെഫ്രോണിനെ പറ്റിയിട്ട്, അപ്പൊ കിഡ്നി റിലേറ്റഡ് സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ ലാസ്റ്റ് വൺ ENT, നമ്മളുടെ ചെവി, മൂക്ക്, ത്രോട്ട്, ഈ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് ആര്? ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ജസ്റ്റ് പേരുകൾ മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇനി ഈ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഓരോ ഡോക്ടേഴ്സും നമുക്ക് അസുഖം വരുമ്പോൾ എന്ത് തരും? അസുഖം വരുമ്പോൾ നമുക്ക് ആരെ തരും? മെഡിസിൻസുകളെ തരും. ഈ മെഡിസിൻസുകൾ പൊതുവെ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? നമ്മൾ ഹോമിയോപ്പതിയിലും നമ്മുടെ ആയുർവേദത്തിലൊക്കെ കണ്ടല്ലേ, പ്ലാന്റ്സുകളിൽ നിന്നും, പ്ലാന്റ്സ് വേരുകളിൽ നിന്നൊക്കെയാണ് ഈ ആയുർവേദം നമ്മൾ തരുന്നത്. അപ്പോ നമ്മളുടെ ഹോമിയോപ്പതി ആണെങ്കിലോ ഇവരുടെ രണ്ടുപേരുടെയും ആന്റിബയോട്ടിക്സുകൾ ഷുഗർ ബീറ്റ്സ് ബോളില് എന്ത് ചെയ്യുന്നു? പല ഡോസിൽ ഒഴിച്ചു തരുന്നു എന്നല്ലേ നമ്മൾ ഹോമിയോപ്പതിനെ പറ്റി പറഞ്ഞേ. അപ്പോ പല ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസംസ്, പ്ലാന്റ്സ്, ആനിമൽസിൽ നിന്നൊക്കെയാണ് ആരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? മെഡിസിൻസിന് ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് ദാറ്റ് ആർ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് എന്ത്? മെഡിസിൻസ് എന്ന് പറയുന്നത്. അതില് മെഡിസിൻസിൽ പ്രധാനപ്പെട്ട ആളാണ് ആര്? ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആന്റിബയോട്ടിക്സിനെ സംബന്ധിച്ച് നമ്മൾ കറക്റ്റ് ടൈമില് കറക്റ്റ് ഡോസിൽ കഴിക്കേണ്ട ഒരു സാധനമാണ് എന്ത്? ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു പനി വന്നു അല്ലെങ്കിൽ നമുക്കൊരു ചുമ വന്നു, ഡോക്ടർ പറയും മോളെ ഞാൻ മരുന്ന് എഴുതി തരാം, കൃത്യസമയത്ത് ഇത്ര നേരത്തിനുള്ളിൽ, ഇപ്പൊ നീ 9 മണിക്ക് കഴിക്കുകയാണെങ്കിൽ നാളെ കറക്റ്റ് ആ സമയം കൊള്ളിച്ച് തന്നെ കഴിക്കാൻ ശ്രമിക്കണം എന്ന് പറയും. കാരണം എന്താ? അത് വെച്ചാലേ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കഴിക്കുന്ന മെഡിസിൻസുകളെ നമ്മുടെ ബോഡിക്ക് ട്രാക്ക് ചെയ്ത് ആ അസുഖത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇതും സിന്തസൈസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസിൽ നിന്നൊക്കെയാണ്. മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും ആന്റിബയോട്ടിക്സുകൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്തിന് അഗെയിൻസ്റ്റ് ആണ്? ബാക്ടീരിയകൾക്ക് അഗെയിൻസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടി, ഒരു എൻസൈം ആണ് ഇത് നമ്മളുടെ ആന്റിബയോട്ടിക്സുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? ഓഫ്കോഴ്സ് സൈഡ് ഇഫക്ട്സ് ഉണ്ട് അല്ലെ. അതുകൊണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് മരുന്ന് അഥവാ അലോപ്പതി അധികം ഫോളോ ചെയ്യാത്ത. കാരണം എന്താ? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ചിലവർക്ക് എന്താ പറയാ, ഇത് കഴിക്കുമ്പോൾ വയറിന് പ്രശ്നമൊക്കെ ആവുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ എന്താണ്? പലതരത്തിലുള്ള അലർജീസുകൾ കോസ് ചെയ്യുന്നു. പലതരത്തില് മേ ബി ചില ആൾക്കാർക്ക് ചില മരുന്ന് കഴിക്കുമ്പോൾ ബോഡി റിയാക്ഷൻ കാണിക്കും, ചിലപ്പോൾ മേലൊക്കെ തടിക്കും. അപ്പൊ ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കും, ഈ പറയുന്ന ആന്റിബയോട്ടിക്സുകളൊക്കെ എഴുതുമ്പോൾ, മക്കളെ നിങ്ങൾക്ക് മരുന്നിന് എന്തെങ്കിലുമൊക്കെ അലർജി ഉണ്ടോടാ? അപ്പൊ നമ്മൾ പറയണം ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞാൽ കള്ള അല്ലെങ്കിൽ നടക്കേട് വിചാരിച്ചിരുന്ന മേലൊക്കെ നല്ല തടിച്ചു പോകും. അപ്പൊ എപ്പോഴും എന്താണ്? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട എന്താ പറയാ, ഫിൽട്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഓർഗൻസുകൾ, ഇപ്പൊ കട്ടിയുള്ള ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളെ ഫിൽറ്റർ ചെയ്ത് തരുന്ന ലിവറും, അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് തരുന്ന, ബ്ലഡിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് തരുന്ന കിഡ്നീന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ എങ്ങനെയാ? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ആന്റിബയോട്ടിക്സുകൾ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ, ഈ എഗെയിൻസ്റ്റിംഗ് ബാക്ടീരിയ, കൊല്ലാനുള്ള ബാക്ടീരിയയുടെ കൂടെ എന്തായി പോകുന്നു? ഡിസ്ട്രപ്റ്റ് ആയി പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ആന്റിബയോട്ടിക്സ്. നമ്മളുടെ ബോഡിയിൽ പൊതുവെയുള്ള പ്രതിരോധ ശേഷിനെ അതെന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ദീസ് ആർ ദ മേജർ സൈഡ് ഇഫക്ട്സ്, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ആ പറഞ്ഞവയ്ക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക് ആണ് ഏത്? ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ഡൊണേഷനെ സംബന്ധിച്ച് അതൊരു ജീവൻ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്താണ്
രക്തദാനം മഹാദാനം എന്നൊക്കെ നമ്മൾ കുറേ പോസ്റ്ററിൽ കേൾക്കുന്നുണ്ട്. സോ ഈ രക്തം കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ബോധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ്, നമ്മൾ 18 വയസ്സ് കഴിഞ്ഞവരാണോ 60 വയസ്സിനുള്ളിലുള്ളവരാണെങ്കിൽ മാത്രമേ വി ക്യാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് മാത്രമല്ല, ദർ ആർ സം അതർ കണ്ടീഷൻസ് കൂടിയുണ്ട്. ആ കൊടുക്കുന്ന പേഴ്സൺ ഏകദേശമെങ്കിലും ഒരു 50 കിലോയ്ക്ക് എബോവ് വേണം. പക്ഷേ ഇപ്പോഴും പറയുന്നത് 55 കിലോയ്ക്കാണ് ഏറ്റവും കുറവ് പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. 55 കിലോയെങ്കിലും വേണം. ഓക്കെ, ഈ കൊടുക്കുന്ന ആൾക്ക് എന്ത് പാടില്ല? കൊടുക്കുന്ന ആൾക്ക് ആസ്മ, എപ്പിലെപ്സി, ഹാർട്ട് ഡിസീസ്, ഇങ്ങനെ ക്യാൻസറോ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു രോഗമുള്ള ഒരാൾക്കും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ ബ്ലഡ് ബാങ്കിലുള്ളവർ സമ്മതിക്കില്ല ബ്ലഡ് കൊടുക്കാൻ. സോറി, നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റൂല എന്ന് തന്നെ അവർ പറയും. പിന്നെ നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കറിയാം നമ്മുടെ ബ്ലഡ് സെൽസിൽ ആരുണ്ട്? RBCയിൽ ആരുണ്ടടാ? HB ഇല്ലേ? ഈ പറയുന്ന HB 12.5 താഴെ 12.5 എന്ന് പറയുന്ന അളവിന് താഴെയാണെങ്കിൽ അവർക്കും കൊടുക്കാൻ പറ്റില്ല. പിന്നെ വുമൻസിന്റെ കേസിലാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിലുള്ളവരാണെങ്കിലും അവർക്കും കൊടുക്കാൻ പറ്റില്ല. ഇനി മെന്നിന്റെ കേസിലാണെങ്കിൽ മെന്നിന് എപ്പോ വേണേലും കൊടുക്കാം. ഈ മേലെ പറയുന്ന ക്രൈറ്റീരിയാസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, മെൻസിന് എവറി 3 മന്ത്സുകൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നാണ്. പക്ഷേ വുമൻസിന് എവറി 4 മന്ത്സ് ഡ്യൂ ടു സമദർ. വുമൻസിന്റെ കേസിലാണെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് ഒക്കെ വരുമ്പോൾ ഓൾറെഡി ബ്ലീഡിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവർ അത്രയും കുറച്ചും കൂടി അനീമിക് ആയിരിക്കും അല്ലെ മറ്റേ മെൻസിനെ വെച്ചിട്ട്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് സേയിങ് ലൈക്ക് ദാറ്റ്. മെൻസിനാണെങ്കിൽ എവറി 3 മന്ത്, വുമൻസിനാണെങ്കിൽ എവറി 4 മന്ത് ബ്ലഡ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് രക്തം രക്തം മാറ്റിയെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ബ്ലഡ് ഡൊണേഷന്റെ പ്രൊസീജിയർ ആണ് എന്ത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും ഒരു പേഴ്സണിൽ നിന്ന് വാങ്ങുന്നു, ഒരു പേഴ്സണിൽ നിന്ന് വാങ്ങുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? റെസിപ്പിയൻ. ഒരു പേഴ്സണിലേക്ക് കൊടുക്കുന്ന ആളെ നമ്മൾ എന്ത് പറയുന്നു? ഡോണർ എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദ ആന്റിജൻ പ്രസൻസ് ഇൻ RBC. ആ ബ്ലഡിൽ ഏതൊരു പേഴ്സന്റെ ആന്റിജനും ആന്റിബോഡി പലർക്കും പലതായിരിക്കും അല്ലെ. പലർക്കും പല ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. A പോസിറ്റീവ്, B പോസിറ്റീവ്, A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, AB പോസിറ്റീവ്, O നെഗറ്റീവ്, O പോസിറ്റീവ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. അപ്പോൾ ഈ പറയുന്ന ആന്റിജൻസുകൾ എപ്പോഴും മാച്ച് ആയാൽ മാത്രമേ എന്ത് വരുള്ളൂ? നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് അതത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ നമ്മളുടെ മറ്റൊരു സെറ്റ് ഓഫ് ഡിസീസസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ആനിമൽ ഡിസീസും പ്ലാന്റ് ഡിസീസും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിന് ആനിമൽ ഡിസീസിലെ ഫസ്റ്റ് വൺ ആണ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഓക്കെ, അതായത് അവരുടെ കാലിലും മൗത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള എന്താ പറയാ ഒരു ഇൻഫെക്ഷൻ വരുന്ന ഡിസീസ് ആണ് ഇത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. ആന്ത്രാക്സ്. ഓക്കെ, ഇപ്പൊ ഞാൻ നോക്കിക്കേ, പശുവിന്റെ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആനിമലിന് എന്ത് ചെയ്യുന്നു? ആ ആനിമല് ഈ അസുഖം നേരിടാണ്. അപ്പൊ എന്ത് പറ്റുന്നു? ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇതിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നു. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. FMDV എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? അടുത്ത കൗവിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ കൗ എന്താവുന്നു? ഡെത്ത് ആയി മാറുന്നു, മരിച്ചു പോകുന്നു. അങ്ങനെ ഇപ്പൊ അത് റിക്കവർ ആയി എന്ന് വിചാരിക്കുക. ആ അസുഖത്തിൽ നിന്ന് റിക്കവർ ആയി. അപ്പോഴും അവരെന്താണ്? ഇറ്റ്സ് ആക്ടിങ് ആസ് ദ കാരിയർ ഓഫ് ദി FDMV എന്ന് പറയുന്ന അല്ലെ FMDV കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. പിന്നെ എന്ത് പറ്റുന്നു? പിന്നെയും അടുത്ത ആനിമൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് പശുക്കളോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കന്നുകാലികളൊക്കെ ഉള്ള വീട്ടുകാരാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക? നിങ്ങളുടെ പശുക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കുക. ഇനി നോക്കിക്കേ, നമ്മുടെ പശുക്കളിൽ അല്ലെങ്കിൽ ആനിമൽസ് കാണുന്ന മറ്റൊരു അസുഖമാണ് ഇത് ഈ പറയുന്ന മാസ്റ്റിറ്റിസ് എന്ന് പറയുന്നത്. അതായത് മാരടത്തിലുള്ള അണുബാധ. അവരുടെ പാല് തരുന്ന അകിടില് ഭയങ്കര രീതിയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുന്ന മറ്റൊരു രോഗമാണ് ഈ പറയുന്ന മാസ്റ്റിറ്റിസ് അഥവാ മാരടത്തിലെ അണുബാധ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു രോഗമാണ് ഇത് റാനിക്കറ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ കോഴി വസന്ത എന്നൊക്കെ പറയില്ലേ, വസന്ത രോഗമാണ് ഇത് റാനിക്കറ്റ് ഡിസീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി
ഇപ്പോൾ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ഇത്രയും അസുഖങ്ങളാണ്. അപ്പോൾ പ്ലാന്റ്സിന്റെ കേസിലുള്ള കുറച്ച് സസ്യരോഗങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ് ഡിസീസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇത് വിൽറ്റ് ഓഫ് ബ്രിഞ്ചോൾ എന്ന് പറയുന്നത്. നമ്മുടെ വഴുതനങ്ങ വാടൽ അല്ലെങ്കിൽ വഴുതനങ്ങയുടെ ഇലയെന്നാണ് ഇത് ഇൻഫെക്റ്റഡ് ആവുന്നത്. ഈ ഇല ഇങ്ങനെ നല്ല വഴുതനങ്ങയുടെ ഇല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഫ്രഷ് ആയിട്ടുള്ള ഇപ്പൊ കണ്ടോ ഇൻഫെക്ഷൻ പിടിച്ച ഭാഗമാണ് ഇത് നല്ല ഫ്രഷ് ഭാഗമാണ്. ഇത് മെല്ലെ മെല്ലെ ഇങ്ങനെ കരഞ്ഞ് ഈ ഇൻഫെക്ഷൻ എന്ത് ചെയ്യും, ഇപ്പുറത്തോട്ട് ഈ മിഡ് റിബിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ എന്താക്കാൻ തുടങ്ങും, ആ വഴുതന ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങും. ഇനി മറ്റൊരു പ്ലാന്റ് രോഗമാണ് ഇത് ബ്ലഡ് ഡിസീസ് ഓഫ് പാഡി അഥവാ നമ്മുടെ ഇലകരിച്ചിൽ എന്ന് പറയുന്ന രോഗം. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ പാഡി അല്ലെങ്കിൽ നമ്മുടെ നെൽ കൃഷിയില് ഇല ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ഈ ഇല നല്ല ഗ്രീൻ ആയിട്ടായിരിക്കും ഇരിക്കുക. ആദ്യമേ ഇവിടെ എന്ത് വരും എന്ന് വെച്ചാൽ ഒരു യെല്ലോ കളർ പാച്ചസ് പോലെ ഇങ്ങനെ കാണും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കാണും. പിന്നീട് ഇത് ഇങ്ങനെ കൂടുന്തോറും ആ യെല്ലോ കളർ പാച്ചസ് മാറി അവിടെ ഇങ്ങനെ ഒരു വൈറ്റ് കളറായി പാച്ചസ് ആയി മാറി ഇങ്ങനെ ഫുൾ ഇങ്ങനെ മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയായിട്ട് ആര് മാറും, നമ്മുടെ പാഡി പ്ലാന്റ് മാറും. സോ അതാണ് ഇത് ബ്ലഡ് ഡിസീസ് അഥവാ ഇലകരിച്ചിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന അഥവാ കൂമ്പടപ്പ് എന്ന് പറയും. ഇതൊന്നുമില്ല, നമ്മളുടെ ബനാന പ്ലാന്റേഷൻ മരം നമുക്കറിയാം അല്ലെ, ചെടി നമുക്കറിയാം. കുറെ ഇലകൾ ഇങ്ങനെ ഹൈറ്റ് വന്നിട്ട് ഇങ്ങനെ മാറി കുറച്ച് കഴിയുമ്പോൾ കൊലയൊക്കെ വരും, പഴമൊക്കെ വരും അല്ലെ. പക്ഷേ ഈ പറയുന്ന ബഞ്ചി ടോപ്പ് ഓഫ് ബനാനയെ സംബന്ധിച്ച് ഹൈറ്റ് വെക്കൂല. ആ ഹൈറ്റ് വെക്കാതെ കൂമ്പിൽ നിന്ന് തന്നെ കുറെ ഇലകൾ ഇങ്ങനെ ക്രൗൺ പോലെ, ബനാന ലീവ്സുകൾ ഇങ്ങനെ ഒരു ക്രൗൺ പോലെ ആക്ട് ചെയ്യണതാണ് എന്ത്, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് പറയുന്നത്. ഇലകൾ ഇങ്ങനെ ക്രൗൺ പോലെ ഇങ്ങനെ വിടർന്ന് നിന്ന് മെല്ലെ മെല്ലെ ഈ ഇലകൾ കരയാൻ തുടങ്ങുന്ന അവസ്ഥയാണ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ മറ്റേ കോക്കനട്ട് ഇല്ലേ, തെങ്ങിന്റെ കൂമ്പ് ചീയലാണ് അടുത്ത രോഗം എന്ന് പറയുന്നത്. തെങ്ങിന്റെ കൂമ്പ് ചീയൽ അഥവാ ബഡ് റോട്ട് ഓഫ് ബനാന. ഇവിടെയാണ് ആരിയിരിക്കുന്നത്, ഇതിലാണ് നമ്മുടെ ഈ പറയലൊക്കെ വെക്കുന്ന സാധനം ഇല്ലേ, കൂമ്പ് ഇങ്ങനെ കുറെ ഇങ്ങനെ, അതിൽ നിന്നൊക്കെയാണ് പിന്നീട് ആ സാധനം മാറി വെള്ളക്കായി തെങ്ങൊക്കെ ആയി വരുന്നത് അല്ലെ. അപ്പോ ആ കൂമ്പിൽ തന്നെ ഇൻഫെക്ഷൻ ആവുന്ന ഇങ്ങനെ എന്താ പറയാ, അതിങ്ങനെ ലൈക്ക് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മെല്ലെ മെല്ലെ കരിഞ്ഞ് ആ കൂമ്പ് എന്തായി മാറും, ചീനി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത പരുവമാവുന്ന അവസ്ഥയാണ് ഇത് ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് അനദർ ഒരു രോഗമാണ് ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ അഥവാ ധ്രുവവട്ട് എന്നൊക്കെ നമ്മൾ വിളിക്കും. കുരുമുളകിലെ ദ്രുതവട്ട് എന്നൊക്കെ നമ്മൾ വിളിക്കും. അതായത് നോക്കിക്കേ, ഈ പറയുന്ന ഇലനെ സംബന്ധിച്ച് എങ്ങനെയാ, പെപ്പറിന്റെ ഇല ഇരിക്കും നോക്കിയേ, നല്ല ഇങ്ങനെ ആലില പോലെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. പക്ഷേ മെല്ലെ ആവുമ്പോൾ ഇതുണ്ടോ ഇങ്ങനെ കരിഞ്ഞു വരും. ഇങ്ങനെ കരിഞ്ഞു വരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ പറയുന്ന കുരുമുളകിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ എഫക്റ്റ് ഉണ്ടാവുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ കുരുമുളകും വളരെ ദാരുണാവസ്ഥയിലായി മാറുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, ഈ പ്ലാന്റ്സുകളിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പ്ലാന്റിൽ ഒരു ഇമ്മ്യൂണി സിസ്റ്റം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റം നമ്മൾ ആദ്യം ഈ ക്ലാസ്സിന്റെ തുടക്ക ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഇനേറ്റ് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ പ്ലാന്റ്സിനും കുറെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ആണ് ശാരീരിക തടസ്സം അഥവാ ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. അവരുടെ പ്ലാന്റ്സിനെ സംബന്ധിച്ച് പ്ലാന്റ്സിന്റെ തണ്ടുകൾ ചുമര് രസത്തിന് ഇരിക്കുകയാണോ, അല്ല, അവരുടെ തണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബലമുള്ളതായിരിക്കും അല്ലെ, നല്ല അത്യാവശ്യം നല്ല ബലമുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ എന്താണ്, ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസുകൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഈ പറയുന്ന കുഞ്ഞു കീടങ്ങൾ അല്ലെങ്കിൽ പ്രാണനാശിക വസ്തുക്കൾ അവരുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. പെട്ടെന്നൊന്നും പ്ലാന്റ്സുകൾ അങ്ങനെ ആക്രമിക്കാൻ പറ്റില്ല. പിന്നെ വേഗിതകൾ, അതായത് നമ്മുടെ എൻസൈംസുകൾ എന്ന് പറയും അല്ലെ, ബയോ എൻസൈംസുകൾ അവരുടെ ബോഡിയിൽ ഒരുപാടുണ്ട്. ദെൻ ഓട്ടോലൈസിസ് എന്ന് പറയുന്ന പ്രക്രിയനെ സഹായിക്കുന്നു സ്വയം വിഘടനം. അതായത് ഇപ്പൊ ഒരു പ്ലാന്റിന്റെ ഇവിടുന്ന് ഒരു നോഡിൽ നിന്ന് ഒരു ഇല വന്നേക്കുക. അപ്പൊ എന്ത് പറ്റുന്നു, ഇവിടുത്തെ നോഡിന്റെ ഏരിയക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, ഈ പ്ലാന്റ് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ അവരുടെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞ് ഓട്ടോലൈസിസ് എന്ന് പറയുന്ന സ്വയവിഘടനം, അവര് തന്നെ അടർന്നു വീഴുന്ന ഒരു പരിപാടിയാണ് ഇത് ഓട്ടോലൈസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിന് അത്രയും എന്താ പറയാ സെൻസിറ്റീവ് ആണ്. അവരുടെ മൊത്തം ആ ഒരു ശരീരം വിട്ടുകൊടുക്കില്ല, അവരായിട്ട് തന്നെ പൊഴിഞ്ഞു പോകും. ഓക്കെ,
അടുത്തതാണ് അപകട സൂചനകൾ. അതായത് ഒരു വാർണിംഗ് സിഗ്നൽസ് കൊടുക്കും പ്ലാന്റ് മറ്റ് സെൽസുകളിലേക്ക്. എടാ ഞങ്ങളുടെ ഇവിടെ ചെറിയൊരു പണി കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം എന്നുള്ള രീതിയിൽ സിഗ്നൽസുകൾ, വാർണിംഗ് സിഗ്നൽസ് അഥവാ അപകട സൂചനകൾ കൊടുക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആണ് കാലോസ് ഫോർമേഷൻ. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ്സുകളുടെ സെൽ വോളിന്റെ ഭാഗമായിട്ടുള്ള സെല്ലുലോസ് പോലെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കാലോസ് എന്ന് പറയുന്നത്. കാലോസ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി കെയർ എന്ന് പറയുന്ന ഈ ഒരു വലിയ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ നമുക്കൊക്കെ എന്തെങ്കിലും സംശയം, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.